നമസ്കാരം. സചിത്ര ബാലകഥകളിൽ നിന്നുള്ള ഒരു കിഡിലൻ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് നടന്ന ഒരു സംഭവം. ആത്മാഭിമാനത്തെയും നമ്മുടെ സ്വന്തം സംസ്കാരത്തെയും കുറിച്ചുള്ള വളരെ ശക്തമായൊരു കഥയാണിത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം അല്ലേ? ഒരു ചോദ്യത്തോടെ തുടങ്ങാം. നിങ്ങളിടുന്ന ഡ്രസ്സ് അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ നിർവചിക്കുന്നുണ്ടോ? എന്താ തോന്നുന്നേ? എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഈ കഥയ്ക്ക് ഒരു ഗൗരവമായ തുടക്കം നൽകാൻ നമുക്ക് മൂലഗ്രന്ഥത്തിൽ നിന്നുള്ള ഗായത്രി മന്ത്രം കേൾക്കാം. ശരി, അപ്പോൾ നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിലേക്കൊന്ന് പോയി നോക്കാം. അതായത് ബ്രിട്ടീഷ് സാംസ്കാരിക രീതികൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. അപ്പോ ഈ കഥയിലെ പ്രധാന പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ? ആ കാലത്ത് ഒരു നിയമമുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ നിർബന്ധമായും പാന്റും ഷർട്ടും കോട്ടും ഒക്കെ ഇടണം. അതായത് ഇംഗ്ലീഷ് വസ്ത്രങ്ങൾ തന്നെ ധരിക്കണം. ഇത് വെറുമൊരു ഡ്രസ് കോഡായിരുന്നില്ല കേട്ടോ, അവരുടെ സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വഴി കൂടിയായിരുന്നു അത്. ഈ സ്ലൈഡ് നോക്കൂ. ആ കാലത്തെ ആ ഒരു സംഘർഷം ഇതിൽ വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ബ്രിട്ടീഷുകാരെ അടിച്ചേൽപ്പിക്കുന്ന നിയമം, പാന്റും ഷർട്ടും കോട്ടും, അത് അവരുടെ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു. മറുവശത്തോ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം, ധോത്തിയും കുർത്തയും, അത് നമ്മുടെ പൈതൃകത്തിന്റെ അടയാളമായിരുന്നു. ഒന്ന് നിർബന്ധിതമായിരുന്നെങ്കിൽ മറ്റൊന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടമായിരുന്നു. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥാനായകൻ സാർ അശുതോഷ് മുഖർജി വരുന്നത്. എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകുമ്പോൾ അതിനെതിരെ നീന്താൻ തീരുമാനിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും സർ അശുതോഷ് തന്റെ നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും മാറിയില്ല. അദ്ദേഹം എന്നും ധോത്തിയും കുർത്തയും ഇട്ട് ഓഫീസിൽ വന്നു. ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാരനായ മേലുദ്യോഗസ്ഥന് ഒട്ടും പിടിച്ചില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ഈ ഉറച്ച തീരുമാനത്തിന് ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വളരെ പ്രായോഗികമെന്ന് തോന്നുന്ന ഒരു ഉപദേശവുമായി അദ്ദേഹത്തെ കാണാൻ വന്നു. ആ സുഹൃത്ത് പറഞ്ഞു, സുഹൃത്തേ, താങ്കളുടെ പ്രമോഷന്റെ കാര്യാണ്, അത് അപകടത്തിലാണ്. ആ ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇംഗ്ലീഷ് ഡ്രസ് ഇട്ടാൽ എന്താണ് കുഴപ്പം? ശരിക്കും വലിയൊരു സമ്മർദ്ദം തന്നെയായിരുന്നു അത്. തത്വങ്ങൾ വലുതാണോ അതോ കരിയറിലെ മുന്നേറ്റമാണോ വലുത്? പക്ഷേ സർ അശുതോഷിന്റെ മറുപടി അത് വെറുമൊരു മറുപടിയായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? ഇംഗ്ലീഷുകാർക്ക് അവരുടെ വസ്ത്രം അത്രയ്ക്ക് വലുതാണെങ്കിൽ കുറച്ച് പണത്തിനു വേണ്ടി നമ്മുടെ ആളുകളുടെ ആത്മാഭിമാനം വിൽക്കാൻ മാത്രം വിഡ്ഢികളല്ല നമ്മൾ. എന്ത് ശക്തമായ വാക്കുകളാണല്ലേ! സ്വന്തം നേട്ടത്തേക്കാൾ എത്രയോ വലുതാണ് ഒരു ജനതയുടെ അഭിമാനം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മറുപടി. അപ്പോ സ്വന്തം തത്വങ്ങളിൽ ഇങ്ങനെ ഉറച്ചു നിന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ഉറച്ച സ്വഭാവമുണ്ടാക്കിയൊരു സ്വാധീനമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. സർ അശുതോഷിന്റെ ആ വാക്കുകളും അതിനു പിന്നിലെ ആഴത്തിലുള്ള ആത്മാഭിമാനവും അറിഞ്ഞപ്പോൾ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് തോന്നിയത് ദേഷ്യമല്ല, മറിച്ച് വലിയ ആദരവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തിൽ ആ ഉദ്യോഗസ്ഥൻ ശരിക്കും മതിമറന്നുപോയി. അപ്പൊ നോക്കൂ, സംഭവിച്ചതെന്താണെന്ന് വളരെ വ്യക്തമാണ്. ഒന്നാമതായി അദ്ദേഹം തന്റെ സംസ്കാരത്തിൽ ഉറച്ചുനിന്നു. രണ്ടാമതായി ആ ശക്തമായ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനെ ആകർഷിച്ചു. അവസാനം എന്തുണ്ടായി? ഏത് സ്ഥാനക്കയറ്റത്തിന്റെ പേരിലാണോ വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെട്ടത്, ആ ഓഫീസിലെ ഏറ്റവും ഉയർന്ന പദവി തന്നെ അദ്ദേഹത്തെ തേടിവന്നു. ഈ കഥയുടെ സത്ത ഇതാണ്. ഇത് സചിത്ര ബാലകഥകൾ എന്ന പുസ്തകത്തിൽ പറയുന്നതുപോലെ തന്നെ നമ്മൾ ഭാരതീയരാണെന്നതിൽ അഭിമാനിക്കണം. നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ സംസ്കാരത്തെ എപ്പോഴും പ്രതിഫലിപ്പിക്കണം. ശരി, ഈ കഥയിലെ പാഠം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം? ലോകം മുഴുവൻ ഒരേ ഫാഷൻ ട്രെൻഡിന് പിന്നാലെ പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം പൈതൃകം, നമ്മുടെ സ്വന്തം സംസ്കാരം, അത് അഭിമാനത്തോടെ വസ്ത്രധാരണത്തിൽ കൊണ്ടുനടക്കുന്നതിന്റെ അർത്ഥമെന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.